നമസ്കാരം. നമ്മുടെ തുറമുഖം പിന്നിടുന്ന ഒരു റെക്കോർഡ് കാഴ്ചയുടെ സന്തോഷവുമായി സെയിലിംഗ് കമ്പനി ആരംഭിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഒരു ക്യൂസ് പ്രോഗ്രാമാണ്. ഞാൻ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു, പക്ഷേ റെക്കോർഡ് മറികടന്നില്ല. ഇപ്പോൾ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ റെക്കോർഡ് മറികടന്നിട്ടുണ്ടാവും. എന്താണ് റെക്കോർഡ്? അതാണ് അറിയേണ്ടത്. ഒരു കപ്പൽ MSC കാനു അൺബർത്ത് ചെയ്ത് പോകുമ്പോൾ 2 കപ്പലുണ്ട് പുറംകടലിൽ. സോൾ പയനിയർ, MSC അലേസ്യ. ഇതിൽ ചിലപ്പോൾ 2 പേരും പ്രവേശിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ റെക്കോർഡിന്റെ കാഴ്ച ഞാൻ കാണുകയായിരുന്നു. റെക്കോർഡിന്റെ വാർത്ത പറയാറായിട്ടില്ല, അത് പ്രേക്ഷകർക്ക് വിടുന്നു. എന്താണ് നമ്മുടെ തുറമുഖം പിന്നിടുന്ന ആ റെക്കോർഡ്? ശരിയുത്തരം 9847124633 അയക്കുക. ഒന്നുകൂടെ വ്യക്തമാക്കാം, നമ്മുടെ തുറമുഖം ഒരു വലിയ റെക്കോർഡ് പിന്നിടുകയാണ്. എന്താണ് ആ റെക്കോർഡ്? ഇനി 2 കത്തുകളാണ്. ആ കത്തുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ആ കത്തുകൾ എടുക്കുന്നത്. ആദ്യത്തെ കത്ത് എഴുതിയിരിക്കുന്നത് കുറച്ച് ദിവസമായി. സജീവ് RS ഈ കത്ത് അയച്ചിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത ഒരു കാര്യമുണ്ട്. 2, 3, 4 ഘട്ട വിഴിഞ്ഞത്തിന്റെ വർക്കുകൾ തീരാൻ 2046 ആകും എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് 2028 തീരും എന്ന് പറയുന്നു. എങ്ങനെയാണ് 20 വർഷം എടുക്കും എന്ന് പറഞ്ഞവർക്ക് 2 വർഷം കൊണ്ട് തീർക്കാൻ കഴിയുന്നത്? 2 ഇതുകൊണ്ട് വ്യത്യാസം. ഇപ്പൊ തീർക്കാൻ ശ്രമിക്കുന്നവരല്ല ഇത് പറഞ്ഞത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പറഞ്ഞവർ, നേരത്തെ സെയിലിംഗ് കമ്പനി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സാധനം വാങ്ങുന്നവർ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവർ അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കരാറിന്റെ ചിട്ടവട്ടങ്ങൾ തയ്യാറാക്കുന്നതിൽ അദാനിക്ക് ഒരു പങ്കുമില്ല. ഒരു കരാർ ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കുന്നു, അദ്ദേഹത്തിന് നടത്താൻ പറയുന്നു. അദ്ദേഹത്തിന് കിട്ടിയ കരാർ അനുസരിച്ചാണ് 2046 ഇത് പൂർത്തിയാക്കേണ്ടത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം 2046 വരെ വെച്ച് നീട്ടേണ്ട കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് അവർ വെട്ടിച്ചുരുക്കി. അവരാണ് വെട്ടിച്ചുരുക്കിയത്, കേരള ഗവൺമെന്റ് അല്ല. തെളിവ് സെയിലിംഗ് കമ്പനിയുടെ കയ്യിലുണ്ട്. നേരത്തെ സെയിലിംഗ് കമ്പനി ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 57 ലക്ഷം എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി നിർമ്മിച്ചെടുക്കുന്നതിന് 20-30 വർഷത്തിന്റെ ആവശ്യമില്ല. കാരണം 10-15 ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ പോർട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം 50-57 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പോർട്ടിന്റെ നിർമ്മാണം, എന്താണ് പറയുക, ഒരു കയ്യെത്താ ദൂരത്തുള്ളതല്ല. അവർ നോക്കുമ്പോൾ 2046 വരെ എന്തിനു കാത്തിരിക്കണം? 1ാം തരം കച്ചവടം ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. വലിയ സാധ്യതയാണ് അവർ മുന്നിൽ കാണുന്നത്. ആ സാഹചര്യത്തിൽ അവർ തന്നെയാണ് 2028 പ്രീപോൺ ചെയ്തത്. അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഈ കഥ സെയിലിംഗ് കമ്പനി പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഒരു ബഡ്ജറ്റ് 2022 ബഡ്ജറ്റാണോ 23? ഇപ്പോൾ പ്രായം കൂടുന്തോറും നമുക്കിതൊന്ന് കൃത്യമായി ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. 2022 ബഡ്ജറ്റാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 23 ബഡ്ജറ്റിന്റെ പ്രീ ബഡ്ജറ്റ് സെഷനിൽ വെച്ച് എന്നെയും കൂടി അവർ ക്ഷണിച്ചു. അന്ന് ഞാൻ അവരുടെ ഒരു മാനസപുത്രനായിരുന്നു. ഇന്നവർ നമ്മളെ വെട്ടി പുറത്താക്കി. അങ്ങനെ ഒരു പ്രീ ബഡ്ജറ്റ് സെഷനിൽ ശ്രീ KN ബാലഗോപാൽ അടക്കം പങ്കെടുക്കുന്ന ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. ഓൺലൈൻ മീറ്റിംഗിന്റെ ഓരോരുത്തർക്കും അവരവരുടെ സമയം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധി അതിനകത്തുണ്ടായിരുന്നു. ഈ കേരള ബഡ്ജറ്റിന്റെ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ, എന്തൊക്കെ കാര്യങ്ങൾ വരണം, അലൊക്കേഷൻ എങ്ങനെ പോകണം തുടങ്ങിയ പല കാര്യങ്ങൾ, പ്രയോറിറ്റി സെക്ടേഴ്സ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പോ എല്ലാവരും സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾ 2047 വരെ ഒന്നും കാത്തിരിക്കുന്നില്ല, ഞങ്ങൾ 2028 പദ്ധതി പൂർത്തിയാക്കും.
അദ്ദേഹം അത് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പലർക്കും ഇപ്പോഴും കാര്യങ്ങളൊന്നും പിടികിട്ടിയിട്ടില്ലല്ലോ, ആർക്കും ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം അതങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കി. എല്ലാവർക്കും വീണ്ടും ഒരു അവസരം കൊടുക്കുന്നു, വീണ്ടും സംസാരിക്കാൻ, സമപ്പിക്കാനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ഈ 2046 2028 ഞങ്ങൾക്ക് 46 വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ 2028 ഇത് പൂർത്തിയാക്കുന്നു. അപ്പോഴെന്തോ നമ്മുടെ KN ബാലഗോപാൽ ധനമന്ത്രിക്ക് എന്തോ കത്തി. അദ്ദേഹം എടുത്തു ചോദിക്കുന്നത്, അതെങ്ങനെ 2046 തീർക്കേണ്ടത്, അതെങ്ങനെ 2028 ആര് തീരുമാനിച്ചു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സർക്കാരിലോട്ട് ഞങ്ങൾ നിർദ്ദേശം വയ്ക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായ രൂപീകരണം നടത്തി കഴിഞ്ഞു, ഞങ്ങൾക്ക് 2028 പൂർത്തിയാക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. വാസ്തവത്തിൽ അപ്പോഴാണ് കേരള ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനം ഈ കാര്യം അറിയുന്നത്. പിൽക്കാലത്ത് പിന്നീടുള്ള പല ചർച്ചകളിലും പല രേഖകളിലും ഞാൻ കാണുന്നത് കേരള സർക്കാർ അദാനി ഗ്രൂപ്പിനെ വിളിച്ചു വരുത്തി ആർബിട്രേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ 2046 47 വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ നേരത്തെ തീർക്കണം, കേരള ഗവൺമെന്റിന് കിട്ടേണ്ട വരുമാനം അതിനു മുമ്പ് കിട്ടണം, അങ്ങനെ കിട്ടുന്ന തരത്തിൽ ഞങ്ങൾ ഈ കരാർ പുതുക്കി എഴുതി എന്നൊക്കെയാണ് കേരള ഗവൺമെന്റ് രേഖാമൂലവും അല്ലാതെയും പലയിടത്തും പറഞ്ഞു നടക്കുന്നത്. സത്യം എന്താണ്? അദാനി ഗ്രൂപ്പാണ് പ്രീപോൺ ചെയ്തത്. കാരണം അവർക്കത് നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവർക്ക് എത്രയും നേരത്തെ കാശുണ്ടാക്കണം, വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ തന്നെ അവർ നമ്മൾ പറയാത്ത പല കാര്യങ്ങൾ ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. LNG ബങ്കറിംഗ് ആരെങ്കിലും പറഞ്ഞാണോ? ബങ്കറിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏക LNG ബങ്കറിംഗ് നടത്താൻ പോകുന്നവരാണ്. അങ്ങനെ ഈ തുറമുഖത്തിന്റെ മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് പിടികിട്ടി കഴിഞ്ഞപ്പോൾ ഇനിയും പല കാര്യങ്ങൾ അവർ അനൗൺസ് ചെയ്യും. അതാണ് അവർ 2028 മാറ്റിയത്. അപ്പോ ഈ 2046 വരെ 47 വരെ നീണ്ടുപോകേണ്ട ഒരു കാര്യവുമില്ല. അത് ഈ കരാർ ഉണ്ടാക്കിയവരുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ കേരള സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവർ 20-25 കൊല്ലം നീട്ടി എറിഞ്ഞത്. പക്ഷെ അദാനി ഗ്രൂപ്പ് പോലുള്ള ഒരു ഗ്രൂപ്പിന് അതിന്റെ ആവശ്യമില്ല. അവരത് വെട്ടിച്ചുരുക്കി എത്രയും നേരത്തെ പൂർത്തിയാക്കി. കാരണം ആദ്യഘട്ടം 3000 മീറ്റർ ബ്രേക്ക് വാട്ടറും 800 മീറ്റർ വാർഫും പണിയുന്നതിന് എടുത്ത സമയം പ്രധാനപ്പെട്ട പല തടസ്സങ്ങളുണ്ടായിരുന്നു. ഓഖി ഉണ്ടായിരുന്നു, കോവിഡ് ഉണ്ടായിരുന്നു, 140 ദിവസത്തെ സമരങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവർ 2024 ജൂലൈ മാസം 11 കപ്പൽ അടുപ്പിച്ചത്. അതുകൊണ്ട് അവർക്കറിയാം, വേണമെങ്കിൽ ഇതെങ്ങനെ നമുക്ക് പ്രീപോൺ ചെയ്ത് ചിലപ്പോൾ 2028 ഈ പറഞ്ഞ ഡെഡ്ലൈനേക്കാൾ മുമ്പ് അവർക്ക് തീർക്കാൻ പറ്റിയേക്കും. അതാണ് പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ അനിമൽ സ്പിരിറ്റ്. അതുകൊണ്ട് അതിൽ വലിയ അതിശയോക്തി ഉണ്ടെന്ന് ശ്രീ സജീവ് RS തോന്നുന്നില്ല. ഏതാണ്ട് ഇതിന് സമാനമായ മറ്റൊരു കത്താണ് ജോയൽ ആണെന്ന് തോന്നുന്നു എഴുതുന്നത്. വിഴിഞ്ഞം പോർട്ട് ഫുൾ ഫേസ് 5 MTU ആണ് കപ്പാസിറ്റി, 5 അല്ല 5.7. ഓൾറെഡി കൊളംബോ പോർട്ട് 8.29 TU, മുംബൈ 7 MTU. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ട് അത്രയും വലുതാണെന്ന് പറയാൻ പറ്റുമോ? വീഡിയോയിൽ കാണുമ്പോൾ അവിടെ ഇനി ഡെവലപ്മെന്റ് സ്കോപ്പ് ഉണ്ടെന്നും തോന്നുന്നില്ല. രണ്ട് കാര്യമാണ്. ഈ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ട് അത്രയും വലുതാണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഈ 2 പോർട്ടിനേക്കാൾ വലുതാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒന്നും നിങ്ങളുടെ വിൽ പവർ എത്രത്തോളമുണ്ട്, നിങ്ങളുടെ ഇച്ഛാശക്തി എത്രത്തോളമുണ്ട്, സ്വപ്നം കാണാനുള്ള നിങ്ങളുടെ കഴിവ് എത്രത്തോളമുണ്ട്, അതിനെയൊക്കെ ആശ്രയിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം. വീഡിയോയിൽ കാണുമ്പോൾ അവിടെ ഇനി ഡെവലപ്മെന്റ് സ്കോപ്പ് ഉണ്ടെന്നും തോന്നുന്നില്ല. അത് നമ്മൾ കാണുന്ന ആംഗിളിന്റെ പ്രത്യേകതയാണ്. നമുക്ക് സെയിലിംഗ് കമ്പനിയുടെ സ്വപ്നം, ആഗ്രഹം 10 കോടി കണ്ടെയ്നറാണ്. നിലവിൽ 10 ലക്ഷമാണ്. 10 ലക്ഷം 12 13 ലക്ഷമായിട്ട് മാറും മാർച്ച് മാസമാകുമ്പോൾ. പിന്നെ അത് 57 ലക്ഷം എന്നുള്ള സ്വപ്നത്തിലൂടെ അദാനി ഗ്രൂപ്പ് പോകുന്നു. സെയിലിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഈ തുറമുഖം ഏറ്റവും കുറഞ്ഞത് 10 കോടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന ഒരു പോർട്ടായിട്ട് വളരണം, വികസിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വളർച്ച തുറമുഖത്തിന്റെ ഇടതുവശത്തോട്ടോ വലതുവശത്തോട്ടോ അല്ല, നമ്മുടെ വളർച്ച തുറമുഖത്തിന്റെ പടിഞ്ഞാറോട്ടാണ്. കടലിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധ്യതയും
ഉടയ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ അതിനെ കൺസീവ് ചെയ്താൽ, ആ രീതിയിൽ നമ്മൾ വിഭാവന ചെയ്താൽ ശ്രീലങ്കയും കൊളംബോയും മുംബൈയും ഒന്നുമല്ല, TRV അതിന്റെ കളി ആരംഭിച്ചിട്ടേയുള്ളൂ. പക്ഷെ ആ കളിക്ക് സർക്കാർ തയ്യാറാണോ എന്നുള്ളത് മാത്രമാണ് സംശയം. ഇവിടെ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ഭക്ത് അദ്ദേഹം എഴുതുന്നു, ഡേവിഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, എപ്പോഴും എഴുതുന്ന ആളാണ്. അദ്ദേഹം എഴുതുന്നു, സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ റിക്വസ്റ്റഡ് 50 acres. അവർ 50 ഏക്കർ ആവശ്യപ്പെട്ടു. കോൺകോർ, കണ്ടെയ്നർ ട്രക്ക് റെയിൽവേ ലൈനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കോൺകോർ 100 ഏക്കർ ആവശ്യപ്പെട്ടു. IOC അവരുടെ ഓയിൽ സ്റ്റോറേജിനും ബങ്കറിങ്ങിനുമായിട്ട് സ്ഥലം ആവശ്യപ്പെട്ടു. ഈ ആവശ്യപ്പെട്ടതല്ലാതെ 1 സെന്റ് ഭൂമിയെങ്കിലും ഇതുവരെ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് അദ്ദേഹത്തിനും സർക്കാരിന്റെ ഏറ്റവും വലിയ വക്താവാണ്, സെയിലിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ വിമർശകനാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും സർക്കാർ 1 സെന്റ് ഭൂമി ഇതുവരെ ഇതിനൊക്കെ അനുവദിച്ചിട്ടുണ്ടോ എന്ന് പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെ തുറമുഖത്തെ അവഗണിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് നിർഭാഗ്യവശാൽ നമുക്കുള്ളത്. തുറമുഖത്തെയും തിരുവനന്തപുരത്തെയും കേരളത്തെയും ഇന്ത്യയെയും സ്നേഹിക്കുന്ന ഒരു ഗവൺമെന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ 50 ഏക്കറും 100 ഏക്കറുമല്ല, 500 ഏക്കറും 1000 ഏക്കറും കേരളത്തിൽ തന്നെ, തിരുവനന്തപുരത്ത് തന്നെ കണ്ടെത്തി കൊടുക്കാൻ അത്തരം ഗവൺമെന്റുകൾ വിചാരിച്ചാൽ സാധിക്കും. വേണ്ടത് ഇച്ഛാശക്തി, വിൽ പവർ എന്ന് പറയും. അതില്ലാത്തവരോട് വേദമോദിയിട്ട് കാര്യമില്ല.